ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ളൊരു ഭാഗം പഠിക്കാം. അതിൽ കേരള ഹിസ്റ്ററിയിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ധർമ്മരാജ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്ന് നമുക്ക് രണ്ടുപേരെ കുറിച്ച് പഠിക്കാം. ബാലരാമവർമ്മയും റാണി ഗൗരി ലക്ഷ്മിഭായി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാലരാമവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1798 മുതൽ 1810 വരെയാണ്. ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ബാലരാമവർമ്മയ്ക്ക് 16 വയസ്സായിരുന്നു പ്രായം. അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ബാലരാമവർമ്മ ഒരു അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ഉമ്മിണിത്തമ്പിയായിരുന്നു ദളവയായിട്ട് വന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഭരണ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അതിനകത്തുനിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേലുത്തമ്പി ദളവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വേലുത്തമ്പി ദളവ 1801 റെസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടു കൂടി രാജാവ് വേലുത്തമ്പിയെ ദളവയാക്കി നിയമിച്ചു. അപ്പം എന്നാണ് വേലുത്തമ്പി തിരുവിതാംകൂറിൻ്റെ ദളവയായത്? 1801 കേണൽ മെക്കാളയുടെ അംഗീകാരത്തോടു കൂടിയാണ് രാജാവ് വേലുത്തമ്പിയെ ദളവയാക്കി നിയമിച്ചത്. 1809 വരെ തിരുവിതാംകൂർ ദളവാപ്പട്ടം അലങ്കരിച്ച വേലുത്തമ്പിക്ക് കേരള ചരിത്രത്തിലെ ധീരദേശാഭിമാനികൾക്കിടയിൽ സമുന്നത സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ 1801 മുതൽ 1809 വരെയാണ് വേലുത്തമ്പി തിരുവിതാംകൂറിൻ്റെ ദളവയായിട്ട് ഭരിച്ചത്. കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്ത് 1765 വേലുത്തമ്പി ദളവ ജനിച്ചത്. അദ്ദേഹം കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുകയും പുതിയ കമ്പോളങ്ങൾ നിർമ്മിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യാപാരികളെ ക്ഷണിച്ചു വരുത്തി കച്ചവട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതാരാണ്? വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം ഒന്നും വേണ്ട, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതാരാണ്? വേലുത്തമ്പി ദളവയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിലെ ആദ്യ രാഷ്ട്രീയ സമരം നയിച്ചു. തിരുവിതാംകൂറിലെ ആദ്യ രാഷ്ട്രീയ സമരം നയിച്ചത് വേലുത്തമ്പി ദളവയാണ്. അപ്പം എന്തൊക്കെയാണ്? കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു, തിരുവിതാംകൂറിലെ ആദ്യ രാഷ്ട്രീയ സമരം നയിച്ചു. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുണ്ടറ വിളംബരം. അപ്പോൾ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രസിഡന്റ് കേണൽ മെക്കാളയായിരുന്നു. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം, കൊല്ലം. 1809 ഏപ്രിലിൽ അദ്ദേഹം മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഏപ്രിലിൽ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് 1809 ഏപ്രിൽ മാസത്തിൽ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ് നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. നേപ്പിയർ മ്യൂസിയം.
തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. വേലുത്തമ്പി ദളവയുടെ ഓർമ്മയ്ക്കായി പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് 2010 മെയ് 6-നാണ്. വേലുത്തമ്പി ദളവയുടെ ഓർമ്മയ്ക്കായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് എന്നാണ് 2010 മെയ് 6-ന്. വേലുത്തമ്പി ദളവ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. അദ്ദേഹത്തിന് ശേഷം തിരുവിതാംകൂർ ദളവയായത് ഉമ്മിണിത്തമ്പിയാണ്. 1809 മാർച്ച് 18-നാണ് ഉമ്മിണിത്തമ്പിയെ ദിവാനായി നിയമിച്ചത്. 1809 മാർച്ച് 18-നാണ് ഉമ്മിണിത്തമ്പിയെ ദിവാനായിട്ട് നിയമിച്ചത്. ഉമ്മിണിത്തമ്പിയുടെ പ്രധാന ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് സംവിധാനത്തിൻ്റെ പ്രാക് രൂപമായ കാവൽ ആവിഷ്കരിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. പോലീസ് സംവിധാനത്തിൻ്റെ പ്രാക് രൂപമായ കാവൽ ആവിഷ്കരിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. നീതിന്യായ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് രാജ്യത്ത് ജില്ലാ ജയിലുകൾ സ്ഥാപിച്ചു. ജില്ലാ ജയിലുകൾ സ്ഥാപിച്ചതാരാണ്? ഉമ്മിണിത്തമ്പി. സർക്കാർ നടപടികൾക്കെതിരെ സംഘടിതമായി പ്രതിഷേധിക്കാൻ നാഞ്ചിനാട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന അവകാശം നിർത്തലാക്കി. നെയ്യാറ്റിൻകരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് വാസയോഗ്യമാക്കി അവിടെ കമ്പോളങ്ങളും അഗ്രഹാരങ്ങളും കൊട്ടാരങ്ങളും സംഭരണശാലകളും ഉണ്ടാക്കിയതിനു പുറമെ ആ സ്ഥലത്ത് നെയ്ത്തുകാരെ കൂടി പാർപ്പിക്കുവാൻ ഇടപാടും ചെയ്തു. രാജാവിൻ്റെ നാമധേയത്തിൽ ആ പ്രദേശത്തിന് ബാലരാമപുരമെന്ന് പേരിടുകയും ചെയ്തു. അപ്പോൾ ബാലരാമപുരം പട്ടണം നിർമ്മിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. ബാലരാമപുരം പട്ടണം നിർമ്മിച്ചത് ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം ഒരു തുറമുഖമായും വ്യവസായ കേന്ദ്രമായും വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. വിഴിഞ്ഞം തുറമുഖം പുതുക്കി പണിതത് ആരാണ്? ഉമ്മിണിത്തമ്പിയാണ്. അപ്പോൾ ഉമ്മിണിത്തമ്പിയുടെ 3 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. എന്താണ്? തിരുവിതാംകൂറിൽ പോലീസ് സേനയെ കൊണ്ടുവന്നു. അതായത് പോലീസ് സംവിധാനത്തിൻ്റെ പ്രാകൃതമായ കാവൽ ആവിഷ്കരിച്ചു. പിന്നീട് ജില്ലാ ജയിലുകൾ സ്ഥാപിച്ചു. പിന്നെ ബാലരാമപുരം പട്ടണം നിർമ്മിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. വിഴിഞ്ഞം തുറമുഖം പുതുക്കി പണിതതും ഉമ്മിണിത്തമ്പിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് റാണി ഗൗരി ലക്ഷ്മി ഭായി. ബാലരാമവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. കേവലം 4 വർഷമാണ് തിരുവിതാംകൂർ ഭരിച്ചതെങ്കിലും ഒരുപാട് ഭരണപരിഷ്കാരങ്ങളാണ് ഏർപ്പെടുത്തിയത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി. മൈസൂർ പടയോട്ട കാലത്ത് മലബാറിൽ നിന്നും പലായനം ചെയ്ത് തിരുവിതാംകൂറിൽ അഭയം തേടിയ കോലത്തുനാട് രാജകുടുംബത്തിലെ ഒരു ശാഖയായിരുന്നു റാണി ലക്ഷ്മി ഭായിയുടെ പൂർവ്വ കുടുംബം. ധർമ്മരാജാവിൻ്റെ കാലത്ത് ഗൗരി ലക്ഷ്മി ഭായിയെയും അനുജത്തി ഗൗരി പാർവതി ഭായിയെയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് ദത്തെടുത്തു. ഈ റാണിക്ക് രാജരാജവർമ്മ കോയി തമ്പുരാനിൽ ജനിച്ച പുത്രനാണ് ഗർഭശ്രീമാനെന്ന് പ്രസിദ്ധനായ സ്വാതി തിരുനാൾ മഹാരാജാവ്. 1810 അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ നാട് നീങ്ങിയപ്പോൾ സിംഹാസനത്തിന് വേണ്ടി മാവേലിക്കര കേരളവർമ്മ അവകാശം ഉന്നയിച്ചു. അന്ന് രാജകുടുംബത്തിൽ പുരുഷ പ്രജകൾ ഉണ്ടായിരുന്നില്ല. വേലുത്തമ്പയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ച ആളാണ് കേരളവർമ്മ എന്നതിനാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അദ്ദേഹത്തെ രാജ്യാവകാശിയാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അന്നത്തെ റെസിഡന്റ് കേണൽ മൺട്രോ ഗൗരി ലക്ഷ്മി ഭായിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. മുൻ രേഖയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ ലക്ഷ്മി ഭായിയെ റാണിയായി അവരോധിച്ചു. അതിൻ്റെ ഉപകാര സ്മരണ എന്ന നിലയിൽ ദിവാൻ ഉമ്മിണിത്തമ്പിയെ മാറ്റി മൺട്രോയെ ദിവാനായി നിയമിക്കുകയും ചെയ്തു. അപ്പം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ആര്? ഗൗരി ലക്ഷ്മി ഭായി. അപ്പം ഉമ്മിണിത്തമ്പിയായിരുന്നു ദിവാൻ. നമ്മൾ പറഞ്ഞായിരുന്നു വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ഉമ്മിണിത്തമ്പിയായിരുന്നു. അപ്പോൾ ഉമ്മിണിത്തമ്പി
മാറ്റിയിട്ട് കേണൽ മൺട്രോയെ ദിവാനായിട്ട് നിയമിച്ചു. തിരുവിതാംകൂർ ഭരണം പൂർണ്ണമായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അടിയറ വയ്ക്കുന്നതിന് ഇത് വഴിതെളിച്ചു. കേരളവർമ്മയും സഹായികളും ചേരിതിരിവിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ കേണൽ മൺട്രോ അദ്ദേഹത്തെ ആദ്യം തലശ്ശേരിയിലും പിന്നീട് അവിടെ നിന്നും ചിങ്കൽപേട്ടയിലേക്കും മാറ്റി താമസിപ്പിച്ചു. അങ്ങനെ രാജ്യഭരണം പ്രജാക്ഷേമം ലക്ഷ്യമിട്ട് മൺട്രോയെ ഏൽപ്പിച്ചു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണം ആരെയാണ് ഏൽപ്പിച്ചത്? കേണൽ മൺട്രോയെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ കേണൽ മൺട്രോ നിരവധി പരിഷ്കാരങ്ങൾ ഉദ്യോഗസ്ഥർക്കിടയിൽ നടപ്പിലാക്കി. പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷ് മാതൃകയിൽ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് മൺട്രോയാണ്. ബ്രിട്ടീഷ് മാതൃകയിൽ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് മൺട്രോയാണ്. ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലത്ത്. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ബ്രിട്ടീഷ് മാതൃകയിൽ തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലത്താണ്. സർക്കാർ തലത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടും കയ്യൊപ്പോടും കൂടി നടത്തണമെന്ന് മൺട്രോ നിഷ്കർഷിച്ചു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ആ സ്ഥാനങ്ങളിൽ സ്വഭാവശുദ്ധിയുള്ളവരെ നിയമിച്ചു. ഭരണരംഗത്ത് മിതവ്യയത്തിനുള്ള നടപടികൾ കൈക്കൊണ്ടു. സർവീസിൽ തകരാറുകൾക്ക് പരിഹാരം കണ്ട ശേഷം മൺട്രോ പൊതുഭരണം രംഗം പരിഷ്കരിച്ചു. ഭൂവുടമകൾക്ക് വിസ്തീർണം ഇനം നിശ്ചയിച്ചുകൊണ്ട് പട്ടയം കൊടുത്തു. ഭൂവുടമകൾക്ക് വിസ്തീർണം ഇനം തുടങ്ങിയവ നിശ്ചയിച്ചുകൊണ്ട് പട്ടയം കൊടുത്തു. ഇതിലൂടെ കരം പിരിവ് ക്രമാതീതമായി. പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയാൻ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തി. കാര്യക്ഷമമായ ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം നടപ്പിലാക്കി. അപ്പോൾ കാര്യക്ഷമമായ ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കി. ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കിയത് ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. 1811 പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, മാവേലിക്കര എന്നീ സ്ഥലങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. ജില്ലാ കോടതികൾ സ്ഥാപിച്ചത് ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. 1811 എവിടെയൊക്കെയാണ്? പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, മാവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജില്ലാ കോടതികൾ സ്ഥാപിച്ചത്. മൺട്രോയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ചട്ടവരിയോലകൾ എന്നുപേരായ ഒരു നിയമസംഹിത ആവിഷ്കരിച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേണൽ മൺട്രോയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവന ഏതാണ്? ചട്ടവരിയോലകൾ എന്നുപേരായ ഒരു നിയമസംഹിത ആവിഷ്കരിച്ചു. തിരുവിതാംകൂറിൽ നീതി നിർവഹിച്ചിരുന്നത് മനുസ്മൃതി, വ്യവഹാരം, വിവാദ രത്നാകരം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചായിരുന്നു. ഏതൊക്കെയാണ്? മനുസ്മൃതി, വ്യവഹാരം, വിവാദ രത്നാകരം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചായിരുന്നു തിരുവിതാംകൂറിൽ നീതി നിർവഹിച്ചിരുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട കർമ്മശേഷിയുള്ള പ്രമുഖരുമായി ചർച്ച ചെയ്ത് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചു. അപ്പോൾ ഈ തിരുവിതാംകൂറിൽ നീതി നിർവഹിച്ചിരുന്നത് മനുസ്മൃതി, വ്യവഹാരം, വിവാദ രത്നാകരം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഷ്കരിച്ച് കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കി. ഇപ്പം ചട്ടവരിയോലകൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1811 1811 ചട്ടവരിയോലകൾ പ്രസിദ്ധീകരിച്ചത്. അപ്പീൽ കോടതികളും ജില്ലാ കോടതികളും സ്ഥാപിക്കുകയും ജഡ്ജിമാരുടെ അധികാര പരിധികൾ നിശ്ചയിക്കുകയും ചെയ്തു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പീൽ കോടതികളും ജില്ലാ കോടതികളും സ്ഥാപിക്കൂ, ജഡ്ജിമാരുടെ അധികാര പരിധികൾ നിശ്ചയിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കേസുകൾക്കായി ഹുസൂർ കോടതി സ്ഥാപിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കേസുകൾക്കായിട്ട് സ്ഥാപിച്ച കോടതി ഏതാണ്? ഹുസൂർ കോടതി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹുസൂർ കോടതി സ്ഥാപിച്ചത് ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. കാര്യക്കാർ എന്ന ഉദ്യോഗപ്പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസീൽദാർ എന്നാക്കി മാറ്റി. അപ്പോൾ കാര്യക്കാർ എന്ന ഉദ്യോഗപ്പേര് തഹസീൽദാർ എന്നാക്കി മാറ്റിയതും
ലക്ഷ്മിഭായിയുടെ കാലത്താണ്. പിന്നീട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 1812 തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കപ്പെട്ടു. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടിമ കച്ചവടം നിർത്തലാക്കിയത് ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ്. 1812 തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത്. ക്ഷേത്രങ്ങളെ സർക്കാർ ഉടമയിലാക്കി. മൺട്രോ ക്ഷേത്രങ്ങളെ സർക്കാർ ഉടമസ്ഥതയിലാക്കി. അങ്ങനെ ക്ഷേത്രം വക വസ്തുക്കൾ വരുമാനങ്ങളും സർക്കാർ നിയന്ത്രണത്തിലായി. 1811 അപ്പോൾ ക്ഷേത്രങ്ങളെ സർക്കാർ ഉടമസ്ഥതയിലാക്കി. അങ്ങനെ ക്ഷേത്രം വക വസ്തുക്കളും വരുമാനങ്ങളും സർക്കാരിൻ്റെ അധികാരത്തിലായി. വാക്സിനേഷനും അലോപ്പതി ചികിത്സയും തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് റാണി ലക്ഷ്മിഭായിയുടെ കാലത്താണ്. വാക്സിനേഷനും അലോപ്പതി ചികിത്സയും ഒക്കെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ്. 1814 ഹുസൂർ കോടതിയിൽ ജഡ്ജിയായ ദേവൻ പത്മനാഭനെ തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്ത മൺട്രോ ദിവാൻ സ്ഥാനം ഒഴിഞ്ഞു. അപ്പോൾ മൺട്രോ തൻ്റെ പിൻഗാമിയായിട്ട് നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ്? ദേവൻ പത്മനാഭനെയാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ ഹൈന്ദവേതര ദിവാൻ എന്ന വിശേഷണം മൺട്രോയ്ക്ക് സ്വന്തമാണ്. അപ്പോൾ തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ ഹൈന്ദവേതര ദിവാൻ ആരാണ്? മൺട്രോയാണ്. പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു റാണി ലക്ഷ്മിഭായിയുടെ ഭരണകാലം. യൂറോപ്യന്മാർ കൊട്ടാരത്തിനകത്തോ കോട്ടയ്ക്കകത്തോ പ്രവേശിക്കാൻ പാടില്ലെന്ന നിയമം അവർ റദ്ദു ചെയ്തു. തിരുവിതാംകൂറിൽ രാജ്ഞിമാർ പ്രായപൂർത്തിയായാൽ ജനം കാണത്തക്ക വിധം സഞ്ചരിക്കുകയോ അന്യപുരുഷന്മാരെ കാണുകയോ ചെയ്യരുതെന്ന ആചാരം നിർത്തലാക്കി. ദിവാനെയും ഉദ്യോഗസ്ഥരെയും കൊട്ടാരത്തിൽ വരുത്തി ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതൊക്കെ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണ പരിഷ്കാരങ്ങളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എല്ലാം നല്ലപോലെ പഠിച്ചു വെക്കുക.